പട്ടികജാതി വിഭാഗ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ കമ്മീഷൻ പൊതു തെളിവെടുപ്പ് നടത്തി. മതപരിവർത്തനം നടത്തിയവർക്ക് പട്ടികജാതി പദവി അനുവദിക്കുക, പുതിയ വ്യക്തികളെ ചേർക്കുന്നത് നിലവിലുള്ള പട്ടികജാതിക്കാരുടെ മേൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതം തുടങ്ങിയ വിഷയങ്ങൾ തെളിവെടുപ്പിൽ പരിഗണിച്ചു. കമ്മീഷൻ അംഗങ്ങളും ജനപ്രതിനിധികളും തെളിവെടുപ്പിൽ പങ്കെടുത്തു. പട്ടികജാതി വിഭാഗ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ കമ്മീഷൻ പൊതു തെളിവെടുപ്പ് നടത്തി. ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഒരു വിഭാഗം ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിലേക്കും ഇസ്ലാം സമുദായത്തിലേക്കും കൺവേർട്ട് ചെയ്ത മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ മതപരിവർത്തനം നടത്തിയിട്ടുള്ളവർ ഇപ്പോഴും ഞങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ എല്ലാ അൺടച്ചബിലിറ്റി സഫർ ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റ് ആക്കണം, കൺസിഡർ ചെയ്യണം. ഞങ്ങൾക്കത് അതിന് ഷെഡ്യൂൾ കാസ്റ്റ് കിട്ടുന്ന എഡ്യൂക്കേഷണൽ ഈ പരിഗണന, ഉദ്യോഗത്തിലുള്ള പരിഗണന കിട്ടണമെന്നാണ് അവരുടെ ഡിമാൻഡ്. പ്രധാനമായ ഉദ്ദേശം അവരിപ്പോൾ അൺടച്ചബിലിറ്റി സഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അൺടച്ചബിലിറ്റി സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല. കമ്മീഷൻ അംഗങ്ങളായ രവീന്ദർ കുമാർ ജെയിൻ, പ്രൊഫസർ സുഷമ യാദവ്, ജോയിന്റ് സെക്രട്ടറി ശൈലേഷ് കുമാർ എന്നിവരും തെളിവെടുപ്പിൽ പങ്കെടുത്തു. മതപരിവർത്തനം നടത്തിയവർക്ക് പട്ടികജാതി പദവി അനുവദിക്കുക, പുതിയ വ്യക്തികളെ ചേർക്കുന്നത് നിലവിലുള്ള പട്ടികജാതിക്കാരുടെ മേൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതം, പട്ടികജാതിക്കാർ മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന വിവേചനം തുടങ്ങിയ പട്ടികജാതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ തെളിവെടുപ്പിൽ പരിഗണിച്ചു. MLA PV ശ്രീനിജൻ, സബ് കളക്ടർ K. മീര, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശ C. എബ്രഹാം തുടങ്ങിയവർ തെളിവെടുപ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാട് വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.